ഇത് ഗ്യാസ് ഫുള്ളാവുമ്പോൾ ഡ്രം ഇതേപോലെ റൈസ് ആവും. ഗ്യാസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ താഴും. നമ്മളിപ്പോൾ ബയോഗ്യാസിൽ നിന്ന് പവർ കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് LPG എത്ര ഒന്ന് കണ്ടോളൂ. ഇതിപ്പോൾ എത്ര ഹൈറ്റ് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പാത്രം വയ്ക്കുമ്പോൾ അറിയാം. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലേ എത്ര LPG എത്ര ഹൈറ്റിലൊന്ന് കത്തിച്ച് കാണിച്ചു തരണം നിങ്ങൾ. എനിക്ക് തിളച്ചു. 1 മിനിറ്റ് ആയില്ല. 1 മിനിറ്റ് ആയില്ല, തിളച്ചു. ഇത്ര പവർ കിട്ടുമല്ലോ. അവനെ തീർച്ചയായിട്ടും എല്ലാ വിസർജ്യങ്ങളും ഇടാം. മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും എല്ലാം ഇടാം. നമ്മുടെ മനുഷ്യ വിസർജ്യം ഇത് ചെയ്യാൻ പറ്റുമോ? ഏതാണ് സെപ്റ്റിക് ടാങ്കിന്റെ? പിന്നെന്താ ഇഷ്ടം പോലെ ഇതിലില്ല. സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ അടിയിൽ ചെയ്യണം. ഭൂമിയുടെ അടിയിൽ ചെയ്തിട്ട് കണക്ട് ചെയ്യോ? പമ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടും. ഇത് പറയുമ്പോൾ പലർക്കും തോന്നും ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസിന് സ്മെല്ല് വരുമോ, പാചകം ചെയ്യുമ്പോൾ സ്മെല്ല് വരുമോ. ഒന്നുമില്ല, എല്ലാ ഔട്ട്പുട്ടും മീഥേൻ തന്നെയാണ്. അപ്പം നമ്മൾ പുറത്ത് വേസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ പുറത്തൊരു പട്ടിയോ എന്തെങ്കിലും ചത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസിഡ്യൂ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ദഹിച്ച് ഗ്യാസായിട്ട് പുറത്തോട്ട് വരും. ദഹനം അതിൽ നടക്കും. വല്ലാണ്ട് ബ്ലോക്ക് ആവില്ല. സെപ്റ്റി ടാങ്ക് ബ്ലോക്ക് ആവുന്ന പോലെ ബയോഗ്യാസ് പ്ലാന്റ് ബ്ലോക്ക് ആവില്ല. അപ്പോൾ ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ സെപ്റ്റി ടാങ്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്. ഹോട്ടലിൽ 1-2 കുറ്റിയൊക്കെ ലാഭമുണ്ടോ മാസത്തിൽ? പിന്നെ മാസം 5-6 സിലിണ്ടർ സേവ് ചെയ്യുന്ന ഹോട്ടലുകളുണ്ട്.